ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് ബുധനാഴ്ച ദിവസം മാർക്കറ്റ് അതീവ വോളറ്റൈലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഇല്ല എന്ന് പറയാതിരിക്കാനും വയ്യ. കാരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു താരിഫ് ഫിയറുകൾ US മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും മറ്റുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റിനെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. US മാർക്കറ്റ് അതുപോലെ തന്നെയാണ്. ഇന്നലെയും നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് മുന്നത്തെ ദിവസം US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിലും മൾട്ടിപ്പിൾ രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ. ഇതിൽ FISൻ്റെ ആക്ടിവിറ്റീസ് വളരെയധികം ക്രൂഷ്യലാണ്. ഇന്നലെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ 22 കോടി മാത്രമാണ് സെല്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ സമീപ കാലത്തെ സെല്ലിങ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സെല്ലിലാണ് FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തകളാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ RBI മോണിറ്ററി പോളിസി മീറ്റിങ്ങിൻ്റെ ഔട്ട്കം തീരുമാനം രാവിലെ 10 മണിക്ക് വരും. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാകുമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുമോ അതോ ഫ്ലാറ്റ് ആകുമോ എന്നുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് രാവിലെ 10 മണിക്ക് വരുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്, അടുത്ത ഒരു 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കെതിരെ സബ്സ്റ്റാൻഷ്യൽ താരിഫ് ഹൈക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ ഒരു ത്രെട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് മാർക്കറ്റിനെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. കൂടാതെ എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്ന NSDLൻ്റെ ഏകദേശം 4 മടങ്ങോളം സബ്സ്ക്രിപ്ഷനുള്ള NSDLൻ്റെ IPO ഇന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മാർക്കറ്റിൽ ആക്റ്റീവായി. ഒന്ന് CDSൽ നിലവിലുള്ളത്, 2 NSDL. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ഡോയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. FTSE CSE 40 ഡാക്സ് എല്ലാം തന്നെ മിക്സ്ഡ് ആയ അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പ്രത്യേകിച്ചൊരു മൂവ്മെൻ്റ് ഒന്നും കാണിച്ചു തരാതെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആഷ്യാന ഹൗസിംഗ് അവർ മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും എല്ലാം തന്നെ 235 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ആരംഭിക്കുന്നു. എയർടെലിൻ്റെ റിസൾട്ട് ഇന്ന് റിയാക്ട് ചെയ്യപ്പെടും. ക്വാർട്ടർ അടിസ്ഥാനത്തിൽ, ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് വർദ്ധിച്ചിരുന്നു. എന്നാൽ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റിൽ കുറവുണ്ടായി. സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഒത്തു വന്നിട്ടില്ല, അത് ഇന്ന് റിയാക്ട് ചെയ്യും. ലുപ്പിൻ നെറ്റ് പ്രോഫിറ്റ് 52% ഉയർന്നു. ടോറൻറ്റ് പവർ നെറ്റ് പ്രോഫിറ്റ് 24% ഇടിഞ്ഞു. ഗുജറാത്ത് ഗ്യാസ് നെറ്റ് പ്രോഫിറ്റ് 13% ക്വാർട്ടർ ടു ക്വാർട്ടർ ഉയർന്നു. പ്രസ്റ്റീജ് റിയാലിറ്റി കമ്പനിയാണ്, നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നു. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്നു. ഗ്ലാൻ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 50% ഉയർന്നു. ആസ്ട്ര മൈക്രോവേവിന് 135 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡാൽമിയ ഭാരത് ഷുഗർ 54 കോടി രൂപയിൽ നിന്ന് 38 പ്രോഫിറ്റ് ഇടിഞ്ഞു. ആവലോൺ ടെക് 2 കോടി രൂപ ലോസ് ഉണ്ടായത് ഇത്തവണ 14 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് സ്റ്റോക്കുകളുടെ ഇന്നത്തെ രാവിലെ നമ്മൾ കണ്ട കുറച്ച് ന്യൂസുകൾ. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ RBI മീറ്റിങ്ങിൻ്റെ ഔട്ട്കവും ട്രംപിൻ്റെ 24 മണിക്കൂറിനുള്ളിൽ താരിഫ് വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള ഭീഷണിയും റിയാക്ട് ചെയ്യപ്പെടുന്ന മാർക്കറ്റായിരിക്കാം ഇന്ന്. കാത്തിരുന്ന് കാണാം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു.